ഞാൻ അനുശ്രീ, ചലച്ചിത്ര പിന്നണി ഗായിക. എൻ്റെ ആദ്യ സിനിമ മറുത എന്ന ചിത്രത്തിൽ ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ സാറിനോടൊപ്പം പാടാൻ സാധിച്ചതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട്. അതിൻ്റെ സംഗീത സംവിധായകൻ ശ്രീ ആചാര്യ ആനന്ദ് കൃഷ്ണ അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയുന്നു. AR റഹ്മാൻ സാറിൻ്റെ സംഗീത കോളേജിൽ 4 വർഷം വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം ട്രിനിറ്റി കോളേജ് ലണ്ടൻ്റെ 8th ഗ്രേഡ് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് സിംഗിങ്ങിൽ പാസ്സാവാൻ സാധിച്ചു. കർണാടക സംഗീതത്തിൽ ഡോക്ടർ നിത്യശ്രീ മഹാദേവൻ മാഡമാണ് എൻ്റെ ഗുരു. നമസ്കാരം, ഞാൻ ആചാര്യ ആനന്ദ് കൃഷ്ണൻ. ആനന്ദ സംഗീതം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി നമ്മളുടെ പ്രിയങ്കരനായ ഭാവഗായകൻ ജയചന്ദ്രന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. എൻ്റെ ചിത്രമായ മറുത എന്ന ചിത്രത്തിൽ ജയേട്ടൻ അനുശ്രീയോടൊത്ത് ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്. ആ ഗാനം സംഗീതാസ്വാദകർക്ക് സദയം സമർപ്പിക്കുകയാണ്. എൻ്റെ സംഗീത ജീവിതത്തിൽ ജയേട്ടൻ 5 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 2020 ഞങ്ങളുടെ തൃശ്ശൂർക്കാർ പറയുകയാണെങ്കിൽ കൊറോണ പൂരം എന്ന് പറയും. പൂരമില്ലാത്തൊരു കാലത്ത് 2020 തൃശ്ശൂർ പൂരം എന്നടിച്ചു കഴിഞ്ഞാൽ ജയേട്ടൻ്റെ പൂരം പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാവുന്നതാണ്. അതുകൂടാതെ 2-3 ഭക്തിഗാനങ്ങളിലും ജയേട്ടൻ എനിക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. മലബാറിൽ ഞാൻ വോയിസ് ഓഫ് കാലിക്കറ്റ് ഓർക്കസ്ട്രയുടെ എൻ്റെ പ്രിയ സുഹൃത്ത് സുനിൽ കുമാർ പിന്നണി ഗായകൻ, അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിനെല്ലാം ജയേട്ടൻ മലബാറിൽ വരുമ്പോൾ ജയേട്ടനെ പിക്ക് ചെയ്യലും ഡ്രോപ്പ് ചെയ്യലും ഒക്കെ ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ ജയേട്ടനായിട്ട് ഞാൻ നല്ല സൗഹൃദമായിരുന്നു. തൃശ്ശൂർ പൂരം പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജയേട്ടൻ എല്ലാവരും പൊതുവെ ജയേട്ടൻ കുറച്ച് സീരിയസ് ആണ്, അല്ലെങ്കിൽ കുറച്ച് ദേഷ്യക്കാരനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും മലബാറിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ റിതം വായിക്കുന്ന അനിൽ മലാപ്പറമ്പ്, അതുപോലെ തന്നെ സുനിൽ ഭാസ്കർ കീബോർഡിസ്റ്റ് രാജശ്രീ സ്റ്റുഡിയോയിലെ, ഹരിമുരളീരാവ് ഒക്കെ കീബോർഡ് പ്ലേ ചെയ്തിട്ടുള്ള അദ്ദേഹമൊക്കെ ആയിട്ടുള്ള ബന്ധം കൊണ്ട് ചേട്ടനൊക്കെ അവരൊക്കെ ആയിട്ട് ചേട്ടൻ വളരെ സിമ്പിളായിട്ടാണ് ചേട്ടൻ. അപ്പം അങ്ങനെ ചേട്ടൻ്റെ കൂടെ കുറേ നല്ല മുഹൂർത്തങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൂരം പാട്ട് പാടിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നപ്പോൾ, തൃശ്ശൂരിൽ വന്നപ്പോൾ, അന്ന് ട്രാക്ക് ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. സുനിൽ ഭാസ്കർ ട്രാക്ക് അയക്കാൻ ബുദ്ധിമുട്ടി. പൂരത്തിൻ്റെ തലേദിവസം തൃശ്ശൂരിൻ്റെ ഗായകൻ, തൃശ്ശൂരിൻ്റെ സംഗീത സംവിധായകൻ, തൃശ്ശൂരിൻ്റെ ഗാനരചയിതാവ് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീകുമാർ അമ്പലൂർ, അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നു. പക്ഷേ ട്രാക്ക് ഇല്ലാത്തത് കൊണ്ട് ചേട്ടൻ പാടാൻ വിസമ്മതിച്ചു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഇപ്പം എല്ലാവരും ക്ലിക്കൊക്കെ ഇട്ട് പാടല്ല. അപ്പം എന്നെ കുറേ ചീത്ത പറഞ്ഞു. എന്നാലും അവസാനം ചേട്ടൻ ക്ലിക്കിൽ പാടി. അതുപോലെ തന്നെ ടോക്ക് ബാക്കിൽ ഈ 2 വരികളും ഞാൻ ചേട്ടന് പറഞ്ഞു കൊടുത്ത് പാടിപ്പിക്കാൻ എനിക്ക് സാധിച്ചത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. അതൊരു 3 രാഗമാലികയാണ്, 3 സ്റ്റാൻസ്, 3 രാഗമാണ്. ആ രാഗങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇരഞ്ഞിത്തറ മേളത്തെ കുറിച്ചൊക്കെ ഞാൻ പാടിക്കൊടുത്തപ്പോൾ ജയേട്ടൻ അത് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, ഒരു ആയുർവേദ കമ്പനിക്കാരനായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം കൊറോണയ്ക്ക് മുന്നുള്ള സാമ്പത്തിക മാന്ദ്യത്തിൽ അദ്ദേഹം അന്ന് വന്നിരുന്നു. ഈ പൂരം പാട്ട് ജയേട്ടൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അദ്ദേഹം വന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അന്ന് ഞങ്ങളെ സഹായിക്കാൻ സാധിച്ചില്ല സാമ്പത്തികമായിട്ട്. അയാൾ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു കാലമായിരുന്നു. എന്നാലും ഞങ്ങളത് 2020 റിലീസ് ചെയ്തു. അപ്പോൾ ഒരിക്കൽ കൂടി ജയേട്ടന് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ഗാനം എഴുതിയത് നമ്മുടെ പ്രിയങ്കരനായ വാസു അരീക്കോട് എന്ന് പറയുന്ന ഗാനരചയിതാവാണ്. അദ്ദേഹം ബാലസാഹിത്യകാരനാണ്. നിരവധി ബുക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. 3-4 പടങ്ങളും അദ്ദേഹം എഴുതി റിലീസായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. പ്രിയങ്കരനായ വാസു അരീക്കോടിൻ്റെ പുതിയ ചിത്രം രാമുവിൻ്റെ മനൈവികൾ എന്നാണ്. അതിൽ SP വെങ്കടേഷാണ് ഗാനങ്ങളൊക്കെ സംഗീതം ചെയ്തിട്ടുള്ളത്. എൻ്റെ പ്രിയ സുഹൃത്താണ്. മറുത എന്ന ചിത്രത്തിലൂടെയും നിരവധി ഭക്തിഗാനങ്ങളും ആറുപടൈ വീട്, ശ്രീമുരുകൻ്റെ ഗാനങ്ങളിലൊക്കെ ഗാനങ്ങൾ എഴുതി എന്നോട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അനുശ്രീയുടെ ജീവിതത്തിൽ ജയേട്ടനോടൊത്ത് ആദ്യ സിനിമ പാടാൻ സാധിച്ചത് ഇവ റഹ്മാൻ സ്റ്റുഡിയോയിലൊക്കെ പഠിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ. അപ്പോൾ അനുശ്രീയുടെ ജീവിതത്തിൽ എല്ലാവിധ ഭാവങ്ങളും ജയേട്ടൻ്റെ ഈ ഗാനം റിലീസാവുന്നതോടുകൂടി ഉണ്ടാവട്ടെ. നല്ല ചടുലതയായ ഋതവും എല്ലാം കൊണ്ടും അനിൽ മലാപ്പറമ്പ്, ഋതം ചെയ്ത അനിൽ മലാപ്പറമ്പ് ജയേട്ടൻ്റെയും അതുപോലെ തന്നെ വിദ്യാധരൻ മാഷയുടെയും കലാഭവൻ മണിയുടെയൊക്കെ നിരവധി പാട്ടുകൾ ഋതം വായിച്ചിട്ടുള്ളതാണ്. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ തന്നെ അതിൻ്റെ നേരെ
അതിശക്തമായിട്ട് അദ്ദേഹം നമുക്ക് യുദ്ധം ചെയ്തു വരുന്ന ഒരു അനിൽ മലാപ്പറമ്പ്, എൻ്റെ പ്രിയ സുഹൃത്ത്, അദ്ദേഹവും മരണപ്പെട്ടു. അപ്പോൾ ഈ ഗാനം, മറുതയിലെ ഈ ഗാനം ഞാൻ അനിൽ മലാപ്പറമ്പിനും നമ്മളുടെ പ്രിയങ്കരനായ ഭാവഗായകൻ ജയചന്ദ്രനും സദയം സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. തുള്ളിക്കളിയാടി മുടിയാട്ടം കാണണേ, കരിങ്കുട്ടി ഉറഞ്ഞാടി പാടി വരും നെഞ്ചമ്മേ, കാവിലമ്മേ പാടിനായി നിന്ന് കാവുണർത്തി വായോ, കരിങ്കോഴി തലയറുത്ത് കരിയാടിൻ ചോരയൂറ്റി, ഒരു കുടം കള്ളെടുത്തു വായോ, ആനമറുതയ്ക്കായി വീത് വയ്ക്ക്, കലി തുള്ളിക്കളിയാടി മുടിയാട്ടം കാണണേ, കരിൻകുട്ടി ഉറഞ്ഞാടി പാടി വരും നിന്റമ്മേ, കുടമണി കിലുക്കി കളം ചുറ്റി 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 വരും കാവിലമ്മേ, കാവിലമ്മേ. മഞ്ഞൾ ചേർത്ത് ഗുരുതിയാടി പന്തം കെട്ടി വായോ, നീചപ്രേത ശക്തികളെ കരിങ്കളത്തിലാനയിച്ച്, മുക്തിമാർഗം തേടിയാടി വായോ, ആനമറുതയ്ക്കായി വീത് വയ്ക്ക്, കലി തുള്ളി കളിയാടി മുടിയാട്ടം കാണണേ, കരിങ്കുട്ടി ഉറഞ്ഞാടി പാടി വരും